Hey guys, welcome to my YouTube channel. നിങ്ങൾ എല്ലാവരും ഇമാജിൻ ചെയ്യും ഇത് 2019 നവംബർ 19th ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് 6 നോമിനേഷൻസ് വന്നിട്ടുണ്ട് ഫോർ ഗെയിം ഓഫ് ദി ഇയർ. ഫസ്റ്റ് വൺ വാസ് ദി കൺട്രോൾ, ദെൻ റെസിഡന്റ് ഈവിൾ, ഡെത്ത് സ്ട്രാൻഡിങ്, സെക്യൂറോ ഷാഡോസ് ഡൈ ട്വൈസ്, സൂപ്പർ സ്മാഷ് ബ്രോസ്, ദെൻ ദി ഔട്ടർ വേൾഡ്സ്. നമുക്ക് ഈ 6 ഗെയിംസ് ആണ് നോമിനേഷൻസ് വന്നിരിക്കുന്നത്. And exactly at December 12, 2019, the Game of the Year was announced. It was none other than... The Game of the Year award goes to Sekiro. That's right. എന്തുകൊണ്ട് ഈ സെക്യൂറോ ഷാഡോസ് ഡൈ ട്വൈസ് വാസ് ചൂസ്ഡ് അറ്റ് 2019 Game of the Year and why? എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ആ ഗെയിം കളിക്കുന്നത്? സോ ബേസിക്കലി അതിനൊരു റീസൺ ഉണ്ട്. എനിക്ക് മനസ്സിലായിടത്തോളം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂറോ ഇസ് നോട്ട് ജസ്റ്റ് എ ഗെയിം, ഇറ്റ്സ് എ ടെസ്റ്റ്. നമ്മുടെ ഒരു പേഷ്യൻസിന്റെ ലെവലും നമുക്ക് എത്രത്തോളം നമ്മുടെ പീക്ക് പോയിന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് സെക്യൂറോ ഷാഡോസ് ഡൈ ട്വൈസ്. ബിക്കോസ് ഞാൻ എക്സാക്ട്ലി ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയ ഒരു 1 year മുമ്പാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഗെയിം സജസ്റ്റ് ചെയ്ത് തന്നത്. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് പ്ലേയിങ് നോർമൽ ഗെയിംസ്, നോട്ട് നോർമൽ ഗെയിംസ് ബട്ട് ഗുഡ് ഗെയിംസ് ലൈക്ക് Far Cry, GTA series and Cyberpunk, അങ്ങനത്തെ ഓരോ ഗെയിംസാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് സോൾസ് ഗെയിം, അതും സെക്യൂറോ പോലത്തെ ഒരു ഗെയിം എനിക്ക് ആ ടൈമിൽ ഒരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. എനിവേ ഒരു ട്രൈ പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ബട്ട് മാൻ, ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ എവർ മെയ്ഡ്. എനിക്ക് ഇപ്പോഴും ഞാനത് പറയും, അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ എവർ മെയ്ഡ്. ബിക്കോസ് ആ ഒരു ഗെയിമിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് കുറെ തീർക്കാൻ പറ്റി, എൻ്റെ ഒരു പേഷ്യൻസ് എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി, എനിക്ക് എൻ്റെ ഒരു പീക്ക് പോയിന്റ് എന്താണ്, എവിടെ എത്തുമ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോകും, ആ ഒരു കാര്യങ്ങൾ മൊത്തം എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. ബിക്കോസ് വൺസ് എ ഗെയിം സ്റ്റാർട്ട്, ഒരു മെയിൻ ഗെയിം ഒന്ന് പ്രോപ്പർലി സ്റ്റാർട്ട് ആവണമെങ്കിൽ മുമ്പ് ഒരു കട്ട് ഔട്ട് സീൻ ഉണ്ട്. ആ കട്ട് ഔട്ട് സീനിന് മുമ്പ് നമ്മൾ ചെറിയ ഒരു ഇതുപോലെ കുറച്ച് NPC പ്ലേയേഴ്സിനെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ട്. അതുപോലും എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഐ വാസ് ലൈക്ക് ഇതെന്ത് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. പിന്നെ കുറെ നേരം ഇരുന്ന് കളിച്ച് ഒരു രീതിയിൽ ആ ഗെയിമിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി. ദ മെയിൻ പ്രോസസ് ഇസ് ഡിഫ്ലക്ഷൻ. നമ്മൾ ഡിഫ്ലക്ട് ചെയ്യുക, പോസ്റ്റർ ബ്രേക്ക് ചെയ്യാൻ നോക്കുക, കിൽ ചെയ്യുക, ഡെഡ് ബ്ലോ കൊടുക്കുക. അതാണ് മെയിൻ കോൺസെപ്റ്റ്. സെക്യൂറോ എനിക്ക് ഒരു പീക്ക് ലെവലിലൊരു ഗെയിം ആണെന്ന് ഫീൽ ചെയ്യാനൊരു തോന്നൽ കിട്ടിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദ പാറ്റേൺസ്, ദ മെക്കാനിസം, ദ ഗെയിമിന്റെ മെക്കാനിസം. ഇറ്റ്സ് ലൈക്ക് ലിറ്റ്. ഞാൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസ് ഒക്കെ ഉണ്ട്, അതുപോലത്തെ ബ്ലഡ് ബോൺ, ഡാർക്ക് സോൾസ്, അങ്ങനത്തെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ബട്ട് ബേസ്ഡ് ഓൺ ഓൾ ദ കോൺസെപ്റ്റ്, ആ ഒരു ജാപ്പനീസ് വൈബും ആ ഒരു ബോസസും ആ സ്റ്റോറി മെക്കാനിസം എല്ലാം കൂടി ആയിട്ട് ഈ ഗെയിം സ്റ്റാൻഡ്സ് ഔട്ട്. ഗ്രാഫിക്സ് ആർ ഓൾസോ ഗുഡ് ടു. അപ്പം നമ്മൾ ഈ ഗെയിം ബേസിക്കലി കളിക്കാൻ നേരത്ത് വി ഹാവ് ടു ലേൺ ദ പാറ്റേൺ. ഈ മെക്കാനിസം എല്ലാം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ രീതിയിൽ കണ്ട പോലെ തോന്നി പോയി വെട്ടിയും കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൺ സ്പോട്ട് ചത്തേ കൂട്ടുള്ളൂ. എല്ലാ ബോസസിനും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ആ പാറ്റേണിൽ സ്റ്റിക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഡിഫ്ലക്ട് ചെയ്യാനാണെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യണം, ഡോഡ്ജ് ചെയ്യാനാണെങ്കിൽ ഡോഡ്ജ് ചെയ്യണം, ജമ്പ് ചെയ്യാനാണെങ്കിൽ ജമ്പ് ചെയ്യണം. അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പർ അറ്റാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ. സോ ബേസിക്കലി ഗെയിമിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷിനോബിയാണ്. നമുക്കൊരു മാസ്റ്റർ ഉണ്ട്, കൂറോ എന്നാണ് ആ മാസ്റ്ററിൻ്റെ പേര്. നമ്മൾ ആ മാസ്റ്ററിനോട് ലോയലാണ്. ലൈക്ക് ഹി ഹാസ് ബീൻ കിഡ്നാപ്ഡ് ആൻഡ് ഹീസ് ഫ്രം ദ ഹിറാട്ട ഫാമിലി. ഒരു ഡിവൈൻ ഹെയർ ആണ് പുള്ളിക്കാരന്. ഡ്രാഗൺ ബ്ലഡ് ആണ് പുള്ളിക്കാരനുള്ളത്. അതിലെന്തോ പ്രത്യേകത, ഈസ് ഇമ്മോർട്ടൽ ഓർ സംതിങ്. നമുക്കും ഒരു ടൈമിൽ നമ്മൾ മരിച്ചു പോകേണ്ട ഒരു പോഷൻ വന്നപ്പം നമുക്ക് ആ ബ്ലഡ് തന്ന് നമ്മളും ഇമ്മോർട്ടൽ ആണെന്നുള്ള കോൺസെപ്റ്റിലാണ് ചിന്തിക്കുന്നത്. സോ അത് ഹിറാട്ട ഫാമിലി ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ആ വീഡിയോസ് ഒക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഗെയിം പ്ലേയിൽ ഷെയർ ചെയ്യാം. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, മോസ്റ്റ്ലി ഈ ഒരു ജാപ്പനീസ് തീമും ആ ഒരു വൈബും ലോയൽറ്റി അങ്ങനത്തെ കുറെ കോൺസെപ്റ്റിനൊക്കെ ഹൈ വാല്യൂ കൊടുക്കുന്ന ഒരു ഗെയിമാണിത്. എനിവേ ഐ വിൽ സജസ്റ്റ് ഓൾ ഓഫ് യു ഗൈസ് ടു പ്ലേ ദിസ് ഗെയിം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ടെസ്റ്റാണ്, നിങ്ങളുടെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളൊരു നമുക്കൊരു സ്ട്രെസ് ലെവൽ ഒരു സ്ട്രെസ് ലെവൽ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ നമുക്ക് സ്ട്രെസ് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു ഗെയിം. ബിക്കോസ് എന്താ ഞാൻ പറയാ, ഞാനൊന്നും പറയണില്ല, നിങ്ങൾ കളിച്ചു നോക്കുക, നിങ്ങൾക്ക് കളിച്ചു നോക്കുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. സോ എനിവേ, ഇൻ ദ കമ്മിങ് വീക്സ് ഐ വിൽ ബി ഷെയറിംഗ് ദ ഗെയിം പ്ലേ വീഡിയോ ഓഫ് ദിസ് ഗെയിം. യു ഗൈസ് കുഡ് ഫോളോ ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സെക്യൂറിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു
could ask me. ഞാൻ അത്ര വലിയ സെക്യൂറിന്റെ മറ്റേ അരച്ച് കളക്കി കുടിച്ചവനാണെന്നൊന്നും പറയത്തില്ല, ബട്ട് സ്റ്റിൽ I'll be able to answer some things. And നിങ്ങളും ഷെയർ ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും വൈ സെക്യൂർ എന്തുകൊണ്ടിട്ട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങളും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഗൈസ്, ആൻഡ് ഐ വിൽ അപ്ലോഡ് ദ വീഡിയോസ് ഓഫ് മൈ ഗെയിം പ്ലേ in the coming week.